ഹരേ കൃഷ്ണ. അധ്യാത്മരാമായണത്തിലെ അഹല്യാമോക്ഷമെന്ന ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുന്നത്. കഴിഞ്ഞ ഭാഗത്ത് പാരായണം ചെയ്ത് നിർത്തിയത് ശ്രീരാമൻ്റെ പാദസ്പർശമുണ്ടാകുമ്പോൾ പരിശുദ്ധയാകും അഹല്യാദേവി എന്ന് ഗൗതമ മുനി അഹല്യയോട് പറയുന്ന ഭാഗത്താണ് നിർത്തിയത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇനി പാരായണം ചെയ്യുവാൻ പോകുന്നത്. അതിനു മുൻപ് അതിൻ്റെ ചെറിയ കഥാസാരമാണ് ഞാനിവിടെ പറയുന്നത്. അതോടെ നിനക്ക് എന്നെ ശുശ്രൂഷിക്കാൻ ഇടവരും. ഇങ്ങനെ പറഞ്ഞു മുനി ഹിമവാന്റെ താഴ്വരയിലേക്ക് പോയി. അന്ന് തൊട്ട് അഹല്യ ഇവിടെ കഴിഞ്ഞു. ഭഗവാന്റെ പാദത്തിലെ പൊടിയേൽക്കാൻ എന്നെ സാധിക്കുമെന്ന് ചിന്തിച്ച് ദുഃഖിച്ചവൾ കഴിയുകയാണ്. ആരും കാണാൻ കഴിയാതെ പറക്കല്ലായി തപസ് ചെയ്ത് കഴിയുന്ന ഗൗതമ പത്നിയുടെ പാപമെല്ലാം നിന്റെ പാദങ്ങളാൽ ശമിപ്പിക്കണം. അങ്ങനെയായാൽ അഹല്യാദേവി നിർമ്മലയായിത്തീരും. ഇങ്ങനെ വിശ്വാമിത്രൻ ശ്രീരാമനോട് പറഞ്ഞ് കൈപിടിച്ച് ആശ്രമമുറ്റത്തെത്തി. ഉഗ്രതപസ്സിലിരിക്കുന്ന പാറയുടെ രൂപം നോക്കുകയെന്ന് മുനിവരൻ പറഞ്ഞു. രാമൻ പതുക്കെ തൻ്റെ ശ്രേഷ്ഠമായ പദയുഗം വെച്ചു. ശ്രീപതിയും രഘുപതിയും സൽപതിയും ജഗൽപതിയുമായ ശ്രീരാമൻ ഞാൻ രാമനാണ് എന്നു പറഞ്ഞു മുനിപത്നിയെ വന്ദിച്ചു. ശ്രീരാമനെ കണ്ട അഹല്യയ്ക്കുണ്ടായ സന്തോഷം പറയുവാൻ പ്രയാസമാണ്. മുനിവരനായ വിശ്വാമിത്രനോടും സോദരനോടും കൂടി ദുഃഖനാശകനായ ദേവനെ വില്ല്, അമ്പ്, മഞ്ഞപ്പട്ട്, ശ്രീവത്സാങ്കിതമായ മാർവിടം, സ്മേരമുഖം, താമരയ്ക്കൊത്ത കണ്ണുകൾ, ഇന്ദ്രനീല കല്ലിനൊത്ത ശരീരം, ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ പോലും വന്ദിക്കുന്ന മഹാവിഷ്ണു തന്നെയാണിതെന്ന് മനസ്സിൽ ചിന്തിച്ചു ഭക്തിയോടവൾ ശ്രീരാമനെ അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു. ആനന്ദാശ്രുക്കൾ പൊഴിച്ചു അവൾ ദണ്ഡ നമസ്കാരം ചെയ്തു. മനസ്സിൽ അങ്ങേയറ്റത്തെ ഭക്തിയോട് എഴുന്നേറ്റ് കൈകൂപ്പി. രോമാഞ്ചകലർന്ന ദേഹത്തോട് ഗദ്ഗദാക്ഷരങ്ങളാൽ പരമാത്മസ്വരൂപനെ കണ്ട് ആനന്ദസമുദ്രത്തിൽ മുഴുകിയവളായി ഭഗവാനെ സ്തുതിച്ചു. ഈ ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ. ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടുന്നാൾ ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ട് കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. പുതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പൂക്കാൻ. അന്നു തൊട്ടിവിടെ വാണിയിടിനാൾ അഹല്യയോ നിന്തിരുമലരടി ചെന്തളർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണി ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാന്തവസ്സുടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതമ പത്നിയുടെ കൽമഷം അശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടേണം. ഇന്നു തന്നെ നിർമ്മലയായി വാണിയിടും വന്നിടും അഹല്യാദേവി എന്നാൽ. ഗാദിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞു. ആശുതൃക്കയും പിടിച്ചുടഞ്ഞാങ്കണം പുക്കാൻ ഉഗ്രമാന്തവസോട് വിരിക്കൂ ശിലാരൂപമഗ്രേ കാണുകയെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ.
അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാറ് സോദരരോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസ്സോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദല സന്നിഭ നേത്രത്തോടും വാസവ നീലമണി സംകാശഗാത്രത്തോടും വാസവാദ്യാമരൂഹവന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും തന്നുടേ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോടു മുന്ന ഉര ചെയ്തത് ഓർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാമനോഹരൻ ഇത്തം ആത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്തിയാ സത്വരം അർക്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൽ സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടു ഉത്ഥാനം ചെയ്തു മുഹിരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും അദ്വയനായൊരു അനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ദിമഗ്നയായി സ്തുതി ചെയ്താൾ. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്തിൽ.